സോളാർ ഇൻവെർട്ടേഴ്സിൽ ഒരുപാട് തരത്തിലുള്ള ഡിഫറൻസസ് വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് സോളാറിനെ പറ്റി അറിയണമെന്ന് താല്പര്യമുള്ള എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കുറെ ഇൻഫർമേഷൻസ് ആണ്. അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനായിട്ട് ജോ ഇൻഫ്രാ സൊല്യൂഷന്റെ ഓണർ ജോയൽ കൂടെ ഉണ്ട്. ജോയൽ, എനിക്ക് ഇന്ന് ചോദിക്കാനുള്ളത് ഈ ഒരു ഇൻവെർട്ടേഴ്സിന്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇതിൽ മെയിൻലി നമുക്ക് 2 types ഓഫ് ഇൻവെർട്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന് വരുന്നത് സ്ട്രിംഗ് ഇൻവെർട്ടറും അതുപോലെ തന്നെ മൈക്രോ ഇൻവെർട്ടറും. ഇതിന്റെ മെയിൻ ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിംഗ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു 5 kilowatt സിസ്റ്റത്തിൽ ഒരു 9 or 10 പാനൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എല്ലാം കൂടിയിട്ട് ഒരു ഇൻവെർട്ടർ ഉണ്ടായിരിക്കും. സിംഗിൾ ഒരു ഇൻവെർട്ടറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. എന്നാൽ മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് വേറെയാണ്. അതായത് എത്ര പാനൽസ് ഉണ്ടോ അത്രയും ഇൻവെർട്ടേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് ശരിക്കും ഈ സ്ട്രിംഗ് ഇൻവെർട്ടറും മൈക്രോ ഇൻവെർട്ടറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. പിന്നെ നമുക്ക് മൈക്രോ ഇൻവെർട്ടർ വയ്ക്കുമ്പോൾ കുറെ അഡ്വാൻറ്റേജസ് നമുക്ക് വരുന്നുണ്ട്. നമുക്കത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ വാറണ്ടി അത് നമുക്ക് നോർമലി 15 വർഷമാണ് വരുന്നത്. നമുക്കത് 25 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതിൽ കമ്പാരിറ്റീവ്ലി നല്ലത് ഏത് അങ്ങനെയൊന്നും പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോ മൈക്രോ ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, ഇതെപ്പോഴും ഞാൻ എന്റെ ഒരു സജഷൻ ആണ് പറയുന്നത്, അല്ലാതെ ഇത് തന്നെയാണ് ശരി എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചധികം ഷെയ്ഡുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ മൈക്രോ ഇൻവെർട്ടർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇൻഡിവിജ്വൽ പാനലിന് ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട് ആയ കാരണം. സ്ട്രിംഗ് ഇൻവെർട്ടർ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു ഇൻവെർട്ടറിലേക്കാണ് വരുന്നത്. എല്ലാ പാനലിന്റെ ഔട്ട് വരുന്നത് ഒരു ഇൻവെർട്ടറിലേക്കാണ്. അപ്പോൾ ഷെയ്ഡ് ഏരിയസിലാണ് നമുക്ക് ശരിക്കും മൈക്രോ ഇൻവെർട്ടറിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് കിട്ടുന്നത്. ജോയൽ ഇത് പറഞ്ഞു തരുമ്പം ഒരു ബിസിനസ് ഓണർ എന്നതിന് ഉപരിയായിട്ട് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത്രയും വർഷങ്ങളായിട്ട്? അതിന് പ്രിവിലേജസ് കിട്ടുന്നു, ഫിനാൻഷ്യലി കുറെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നു അല്ലേ? അതൊക്കെ നമ്മുടെ ഓഡിയൻസിന് അറിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ഒരാൾ പറഞ്ഞു തരുന്ന പോലെ തന്നെയാണ് അവര്. അതെ, കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു സോളാർ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ, അതായത് ആ സൈറ്റിൽ ചെന്നിട്ട് വേണം നമ്മള് അവർക്കൊരു സജഷൻ കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇൻവെർട്ടർ വേണം ചൂസ് ചെയ്യാൻ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ സൈറ്റിൽ പോയിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സൈറ്റിന്റെ ഈ പറഞ്ഞ പോലെ ഷെയ്ഡ് ഉള്ള സ്ഥലമാണോ, അതല്ല നല്ലോണം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ ആണോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സിസ്റ്റം ഏത് വേണം അങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഇതുപോലെ കുറെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ എല്ലാ ഫ്രണ്ട്സിലേക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.